إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അർഹമുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടെ കണ്ട് അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിലും ഖുലുസീങ്ങളിലും നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച പുണ്യമാക്കപ്പെട്ട മാസങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. വിശ്വാസിയുടെ മനോമുകുരങ്ങളിൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഫളല് കൊണ്ട് നിറഞ്ഞു നിൽക്കേണ്ട ഓർമ്മകളിൽ എപ്പോഴും നാം സൂക്ഷിക്കേണ്ട ചരിത്രമാണ് പരിശുദ്ധമായ ഹറമും അതിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുവും റസൂലും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ധാരാളം സഹോദരങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഭവനം ഒരു നോക്ക് കാണുവാനും ഹജ്ജുൽ മബ്റൂറായി അത് നിർവഹിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നയാൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർവഹിക്കുന്ന നമ്മുടെ വിശ്വാസികളായ സഹോദരങ്ങൾക്ക് ഏറ്റവും നന്നായി അതിൻ്റെ പുണ്യങ്ങളെല്ലാം ലഭിക്കുന്ന രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീക്കിനായി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ. ഹജ്ജ് നിർവഹിക്കുന്നവരും നമ്മളും ഓർത്തിരിക്കേണ്ട ഒരു ചരിത്രമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിശ്വാസി എപ്പോഴും അവൻ്റെ മനസ്സിൽ കരുതലോടുകൂടി അവന് തഖ്വ ഏറ്റുന്ന രൂപത്തിലുള്ള ചരിത്രമാണ് ഇബ്രാഹിമി മില്ലത്ത് എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രത്തിനെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ പല വചനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെയാണ്: വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. നിങ്ങൾ ഇബ്രാഹിം നബിയെ ആലോചിക്കണം, നിങ്ങൾ സ്മരണയിൽ കൊണ്ടുവരണം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സത്യസന്ധനും പ്രവാചകനുമാണ്. എന്നിട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയ തൗഹീദ് എന്ന മഹാസൗഭാഗ്യത്തിനെ ആളുകളിലേക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ്. അല്ലാഹു പറയുന്നത്, ഇത് ഖാല ലിഅബീ, അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞു, യാ അബതി, എന്റെ പുന്നാര വാപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണുകയോ കേൾക്കുകയോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളോട്, ഈ ബിംബങ്ങളോട് എന്തിനാണ് വാപ്പ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ആരാധനകൾ നടത്തുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല വാപ്പ എന്ന് യാ അബതി, എന്റെ പുന്നാര വാപ്പ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിതാവേ എന്ന് വിളിച്ച് തന്റെ ആദർശം കൈമാറുകയാണ്. തൗഹീദ് എന്നത് പ്രിയമുള്ളവരെ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഒരു വിശ്വാസിക്ക്. അള്ളാഹുവിന്റെ ഏകത്വത്തിനെ സംബന്ധിച്ചുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ചുള്ള, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റൊരു ഇലാഹുമില്ല എന്നുള്ള പ്രഖ്യാപനം, അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം കുടുംബത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ വാപ്പയോട് സംസാരിക്കുന്നു. ഈ ഒരു സംസാരം നമ്മൾ എടുത്തു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തൊട്ടു താഴെയായി വല്ലാത്ത ചില സംസാരങ്ങൾ ആ പ്രവാചകൻ തന്റെ പിതാവിനോട് പറയുന്ന വാചകമായി വീണ്ടും കാണാൻ കഴിയും. അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ് അതിനെ: യാ അബതി, എന്റെ പുന്നാര വാപ്പ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം, എനിക്കൊരു അറിവ് നൽകപ്പെട്ടിട്ടുണ്ട്, എനിക്കൊരു ഇൽമ് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവിൽ നിന്നുള്ള അറിവാണ്. മാലം യഅതിക, അത് താങ്കൾക്ക് ലഭിച്ചിട്ടില്ല. താങ്കൾക്ക് കിട്ടാത്ത ഒരറിവ് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട് വാപ്പ. അതുകൊണ്ട് ഫത്തബിഇനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. എന്നെ അല്ലാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അല്ലാഹുവിന്റെ നബിയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും എന്റെ പ്രിയപ്പെട്ട വാപ്പയോട് പറയാനുള്ളത് ഈ ഒരു അറിവിനെ സംബന്ധിച്ചാൽ ഫത്തബിഇനി, നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നെ പിൻപറ്റി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകണം വാപ്പ. അങ്ങനെയാണെങ്കിൽ അഹ്ദിക സിറാത്തുൻ സവിയ്യ, നേരായ ഒരു മാർഗത്തിലേക്ക് അല്ലാഹു നിങ്ങൾക്ക് വഴി നടത്തപ്പെടും, അല്ലാഹു നിങ്ങൾക്ക് വഴികാട്ടിയായി നൽകും, നിങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗം തുറവി കിട്ടും എന്ന് പിതാവിനോട് ഏറെ സ്നേഹത്തോടെ തന്റെ 18ാമത്തെ വയസ്സിൽ തുടങ്ങുന്ന പ്രബോധന ദൗത്യം ആ പ്രവാചകൻ ഏറ്റെടുക്കുകയാണ്. ഒരു യുവാവായി തനിക്ക് ആദ്യം കിട്ടുന്ന തൗഹീദ് എന്ന മഹാസൗഭാഗ്യത്തിനെ തന്റെ വാപ്പയോട് പറയുന്ന ഒരു മകനെയാണ് പ്രിയമുള്ളവരെ നമ്മളവിടെ കാണുന്നത്. ഇതിനെ സംബന്ധിച്ച് തഫ്സീറുകൾ നമുക്ക് കാണാം. എങ്ങനെയാണ് പിതാവിനോട് മകന്റെ സംസാരം എന്നത്? ഇത് ഏറ്റവും മൃദുലവും സരളവുമായ ഭാഷയിൽ തന്റെ പിതാവിനോട് ആ മകൻ സംസാരിക്കുന്ന സംസാരമാണ്. ലുത്ഫ് എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യതയോടെ, മൃദുലതയോടെ, വളരെ സ്നേഹത്തോടു കൂടി തന്റെ പിതാവിനെ വിളിച്ചൊരു വിളിയാണത്. ഒരിക്കലും ആ മകൻ തന്റെ പിതാവിനോട് പറഞ്ഞത് എങ്ങനെയല്ല ഇന്നി ആലിമുൻ, പാപ്പ ഞാനൊരു പണ്ഡിതനാണ്, ഞാനൊരു അറിവുള്ള മനുഷ്യനാണ്, ഞാനൊരു അഹങ്കാരിയായ അന്ത ജാഹിലുൻ, നിങ്ങളാകട്ടെ അറിവില്ലാത്ത ഒരാളാണ്. അങ്ങനെയല്ല പാപ്പായോട് പറഞ്ഞത്. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം, എനിക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട് വാപ്പ.
ആ അറിവ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുകയാണ്. അത് ഇന്നതാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന അറിവ് അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കും, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയല്ല, ഞാനൊരു ആലിമാണ്, ഞാനൊരു പണ്ഡിതനായിരിക്കുന്നു, ഞാൻ വലിയൊരു അറിവുള്ള ആളാണ്, എന്റെ ഈ വേഷവും ഭൂഷാദിയും ഒക്കെ കണ്ടിട്ട് ഞാൻ വലിയൊരു പണ്ഡിതനാണ് എന്ന ഒരു വെപ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എടുക്കുന്നില്ല. വാന്ത ജാഹിലും, നിങ്ങൾ അറിവില്ലാത്ത ഒരാളാണ്, നിങ്ങൾക്ക് ഒട്ടും അറിവില്ല, നിങ്ങളൊരു ജാഹിലായ മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ പറയണ നിങ്ങൾ കേൾക്കണമെന്നല്ല തന്റെ വാപ്പയോട് ആ മകൻ പറയുന്നത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എനിക്ക് എത്തിയിട്ടുണ്ട്, ലം യസ്ലു ഇലൈക്, വാപ്പ നിങ്ങൾക്ക് കിട്ടാത്തൊരറിവ്, എന്റെ പുന്നാര വാപ്പ, പ്രിയപ്പെട്ട വാപ്പ, നിങ്ങൾക്ക് കിട്ടാത്തൊരറിവ് അത് എന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ലം യഅതിക, അത് നിങ്ങളിൽ എത്തിയിട്ടില്ല. ഫയം ബഗീലക, അതുകൊണ്ട് താങ്കളുടെ മേൽ നിർബന്ധമാണ് അൻ തത്തബി അൽ ഹുജ്ജ, തെളിവുകളെ നിങ്ങൾ പിൻപറ്റണം. വതങ്കാദുഹ, അത് നിങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ വിശ്വാസിയായാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. തൗഹീദിന്റെ തണലിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് എങ്ങനെയാണ് തൗഹീദ് കൈമാറുന്നത്, നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമുക്ക് സ്വാതന്ത്ര്യവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടുമൊക്കെ നമ്മൾ പലപ്പോഴും വളരെ വളരെ മോശമായി ആദർശം കൈമാറുന്ന ചില രംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ദേഷ്യപ്പെട്ട് അത് നിങ്ങൾ സ്വീകരിച്ചപ്പെട്ടു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് ശരിയല്ല എന്ന രൂപത്തിൽ ഇങ്ങനെ വളരെ ഹാർഷായി, വളരെ ഒരു ബഹുമാനവും നൽകാതെ ആ മകൻ വിളിച്ചത് നോക്ക്, യാബത്തിന്റെ പുന്നാരപ്പ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാപ്പ, നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകും, നിങ്ങൾക്ക് സവിയായ ശരിയായ ഒരു മാർഗം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ആ പിതാവിനോട് ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആദർശത്തിനെ. ഇങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ ബന്ധുമിത്രാദികളോട്, നമ്മുടെ അയൽപ്പക്കക്കാരോടൊക്കെ നമ്മൾ ഈ തൗഹീദ് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു രംഗമാണ്. ദീനീ കാര്യങ്ങളിൽ പലതും അങ്ങനെയാണ്. ഒരു കാര്യം ഒരു മകൻ അനുസരിച്ചില്ല എങ്കിൽ, ഒരു പിതാവ് അനുസരിച്ചില്ല എങ്കിൽ, ഭാര്യ അനുസരിച്ചില്ല എങ്കിൽ വളരെ മോശമായി കാർക്കശ്യത്തോടു കൂടി വളരെ ദേഷ്യപ്പെട്ട്, ഒരിക്കലും ദീനിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു മകൻ ജരിയാനിക്ക് താഴെ നിന്ന് തന്റെ വസ്ത്രം മുകളിലേക്ക് കൊടുക്കുന്ന രംഗങ്ങൾ ഉണ്ടാകാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ തന്റെ താടി രോമങ്ങൾ അതിങ്ങനെ താഴേക്ക് ഇറങ്ങാൻ, അത് എന്താണ് ക്ലീൻ ഷേവായി നടക്കുന്നത് ഒരു മകനെ നോക്കിയിട്ട് അങ്ങനെ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് വളരെ സൗമ്യതയോട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വളരെ മോശമായി അവനെ പരിഹസിച്ച്, അല്ലെങ്കിൽ അവന്റെ ആ രൂപത്തിനെ കളിയാക്കി, അവനൊരിക്കലും ആ ദീനിന്റെ ഒരു ഷിആറ്, ഒരു അടയാളം അത് സ്വീകരിക്കാത്ത രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ പലപ്പോഴും ദീനി രംഗത്ത്, നമ്മുടെ ദീനിനോടുള്ള സ്നേഹം തന്നെയാണ്, പക്ഷേ നമ്മൾ പറയുന്ന ആളുകളോടുള്ള നമ്മുടെ സംസാരത്തിന്റെ രീതികൾ അത് ശരിയായില്ല എങ്കിൽ അത് ആളുകൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ അത് തയ്യാറാവുകയില്ല എന്നാണ്. ആത്മാർത്ഥമായ ഇഷ്ടത്തോടു കൂടി വേണം ആളുകൾ നമ്മളിൽ നിന്ന് ദീന് പഠിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാനെന്നാണ് ഇബ്രാഹിം മില്ലത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും ആ പ്രവാചകൻ തന്റെ വാപ്പയോട് പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട്. പരിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബിൽ നിന്ന് നിങ്ങളെ ഒരു അദാബ് വന്ന് പിടിപെടുന്നതിനെ ഞാൻ ഭയപ്പെടുകയാണ്, എനിക്ക് പേടിയാണ് വാപ്പ. ഇന്നി അഖാഫു, ഞാൻ പേടിക്കുന്നു, അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബ്, മേലായ റബ്ബ് കാരുണ്യവാനാണ്, വളരെ സ്നേഹത്തോടെയുള്ളവനാണ്. ആ കാരുണ്യവാനായ റബ്ബിൽ നിന്നൊരു അദാബ് നിങ്ങളെ വന്ന് പിടിക്കുമെന്ന് എന്റെ വാപ്പ എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നരകം സ്പർശിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് പറയുന്ന ഒരു മകന്റെ സംസാരം ഒന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള്, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അല്ലേ? അവര് നമ്മളെ ഒന്ന് തല്ലുമെന്ന് കണ്ട ഏറ്റവും പ്രിയപ്പെട്ടവര് തല്ലുമ്പോഴാണ് ഒരു മനുഷ്യന് വേദന കൂടുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് അള്ളാഹുവിന് അങ്ങനെ പറയും, അദാബും മിനർ റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബിൽ നിന്നുള്ളൊരു അദാബ്. കാരുണ്യവാനാണ് റബ്ബ്. അത്രയും കാരുണ്യമുള്ള റബ്ബിനോട് അല്ലാഹ് അല്ലാത്ത ഒന്നിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക വഴി, നിങ്ങൾ വിളിച്ച് ആരാധിക്കുക വഴി, നിങ്ങൾ നേർച്ചകൾ നടത്തുക വഴി, നിങ്ങൾ തൗഹീദിൽ നിന്ന് വഴിപിഴക്കുക വഴി, എന്റെ പുന്നാര വാപ്പ, നിങ്ങളെ വന്ന് ഭവിക്കുന്നത് ഒരു അദാബ് വരാനുണ്ട്.
നിങ്ങളെ മേൽ ഒരു അദാബ് വന്ന് ഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ ശൈത്വാനിനെയാണ് വലിയായി സ്വീകരിച്ചിരിക്കുന്നത്, നിങ്ങൾ പ്രിയപ്പെട്ടവനായി സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നരകം നിങ്ങളെ സ്പർശിക്കുമെന്ന് എനിക്ക് പേടിയാണ് വാപ്പാ എന്ന് പറയുന്ന ഒരു മകനെ നമ്മളവിടെ കാണുകയാണ്. എതിർത്ത് തോൽപ്പിക്കൽക്കപ്പുറം നമ്മുടെ അറിവിന്റെ വലിപ്പത്തരം കാണിക്കുന്നതിനപ്പുറം പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്തയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ തൗഹീദ് പറയുമ്പോൾ ഉണ്ടാകേണ്ടത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകേണ്ടത്. ഈ പള്ളിയിലെ ഉമ്മച്ച അത് നമുക്ക് കാവലായി വരികയില്ല. കാരണം അള്ളാഹുവിൽ തവക്കുലാക്കിയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. അതിന് ഉദാഹരണമായി നമുക്ക് പറയാം, ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവെ നിന്നെ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ആരും നമുക്ക് വഴികാട്ടിയായി ഉണ്ടാവുകയില്ല. എത്ര വലിയ പ്രതിസന്ധികളിലും നമ്മളെ സഹായിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിക്കാനാണ് യഥാർത്ഥ ആദർശം. ആ ആദർശമാണ് നമ്മൾ കൈമാറുന്നത്. കാരണം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നരകമെന്ന ശിക്ഷ ഒരു മനുഷ്യനെയും തൊടാൻ പാടില്ല എന്ന ആഗ്രഹമാണ്. എന്റെ വാപ്പയോട്, എന്റെ ഉമ്മയോട്, എന്റെ മക്കളോട്, എന്റെ സഹോദരങ്ങളോട്, എന്റെ അയൽപ്പക്കക്കാരോട്, എന്റെ ബന്ധുക്കളോട്, എന്റെ നാട്ടുകാരോടെല്ലാം എനിക്കിതാണ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഒരു നരകത്തിനെ തൊട്ടുള്ള പേടി ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ സ്നേഹത്തോടെ പറയാൻ നമുക്ക് കഴിയണം. വാപ്പ തൗഹീദിലേക്ക് വരണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമായിരുന്നു. പക്ഷെ വന്നിട്ടില്ല, തൗഹീദ് സ്വീകരിച്ചിട്ടില്ല. ആ മകനെ പുറത്താക്കുകയാണ് വീട്ടിൽ നിന്ന്, ആ മകനെ പുറത്താക്കുകയാണ്. പ്രിയമുള്ളവരെ, എങ്കിലും അദ്ദേഹം തന്റെ ആദർശവും വീണ്ടും ആളുകളിലേക്ക് കൈമാറുന്ന രംഗങ്ങൾ നമുക്ക് ചരിത്ര രേഖകളിൽ കാണാൻ കഴിയും. അപ്പൊ നന്മകൾ കേട്ടാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിൽ ഇങ്ങനെ ആ നന്മ സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് മോചനം നേടണമെന്നുള്ള ആഗ്രഹം എപ്പോഴും ഒരു പ്രബോധകന്റെ മനസ്സിൽ, ഒരു തൗഹീദ് പറയുന്ന ഒരാളിന്റെ മനസ്സിൽ ഉണ്ടാകണമെന്ന് പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്. അയാള് ഒരിക്കലും നന്നാവൂല, അയാൾക്ക് അല്ലാഹ് ഹിദായത്തൊന്നും കൊടുക്കൂല, അയാൾ തൗഹീദൊന്നും സ്വീകരിക്കൂല, അയാൾ വഴിപിഴച്ച ആളാണ്, ഇന്ന ആളുടെ അവസ്ഥ എന്താ, അയാൾ നരകത്തിലാണ്. ഇങ്ങനെയൊക്കെ വളരെ നിസ്സാരമായി. എന്താണ് പ്രിയമുള്ളവരെ നരകം? എന്തൊരു വല്ലാത്തൊരു വർത്തമാനമാണത്. നമ്മളാണോ അള്ളാഹുവിന്റെ അടുക്കലുള്ള അള്ളാഹു നൽകുന്ന സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കുക? എനിക്ക് നിങ്ങൾക്കുമൊക്കെ അവകാശം നൽകിയതാണോ അത്? ഇന്നാള് നരകത്തിലാണെന്ന് പറയാൻ, ഇന്നാള് സ്വർഗത്തിലാണെന്ന് പറയാനൊക്കെ ഒരു വിശ്വാസിക്ക് കഴിയോ? പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നരകവും സ്വർഗവും ഒക്കെ അള്ളാഹുവിന്റെ പക്കലുള്ളതാണ്. അള്ളാഹുവാണ് ഒരാൾ നരകത്തിലും സ്വർഗത്തിലും ഒക്കെ നിശ്ചയിക്കുക. എന്താണ് നരകം? നാറുല്ലാഹിൽ മൂഖദ, അത് അള്ളാഹുവിന്റെ കത്തിജ്വലിക്കുന്ന നരകമാണ്. അല്ലത്തി തത്വലു അലൽ അഫ്ഇദ, അത് ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അത് കത്തിജ്വലിച്ച് ആളിപ്പടരുന്ന ഒന്നാണ്. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് നരകത്തിനെ? അത്രയും വലിയ നരകമൊക്കെ ഒരാൾക്ക് കിട്ടുമെന്ന് പറയാൻ നമ്മുടെ പക്കൽ എന്താണ്? ഞാനും നിങ്ങളും ഒക്കെ സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ നമുക്ക് കഴിയോ? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിനോട് എപ്പോഴും തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം പറയുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ പ്രബോധനം അങ്ങനെയായിരുന്നു. ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് പോകാനുള്ളത്. ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് അയാൾ. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കാത്ത മനുഷ്യനാണ്, കുഫ്റിൽ ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ അല്ലാഹ് പറയണത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ഓ മൂസ, ഓ ഹാറൂൻ, നിങ്ങൾ രണ്ടുപേരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമ പറയേണ്ടത് ഫഖൂലാ ലഹു, അദ്ദേഹത്തോട് പറയുന്നത് ഖൗലൻ ലയ്യിന, മൃദുലമായിട്ടാണ്. വളരെ സരളമായ ആളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് കൽപ്പന നിർവഹിക്കുകയാണ്, കൽപ്പന കൊടുക്കുകയാണ്. അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. മോശമായി സംസാരിക്കല്, മൃദുലമായി സംസാരിച്ചാൽ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അയാൾക്ക് ഭയമുണ്ടാകാം, അയാൾ ചിലപ്പോൾ ഈ സ്മരണകൾ സ്വീകരിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധന ദൗത്യം നിർവഹിക്കാൻ മൂസാ നബിയെ പറഞ്ഞു വിടുകയാണ്. മൂസാ നബി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മൂസാ നബിയുടെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, അങ്ങനെയാണെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ അവസ്ഥ എന്താണ് മൂസാ? നീ പറയുന്ന ആദർശം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ തൗഹീദ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ഈ ആദർശം അല്ലാതെ സ്വീകരിച്ച ഒരുപാട് ആളുകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ് മൂസ എന്ന് മൂസാ നബി അലൈഹി സ്വലാമയോട് ചോദിക്കുന്നു ആളുകൾ. എന്താണ് മൂസാ നബി പറഞ്ഞത്? അവരൊക്കെ നരകത്തിലാണ്, അവരൊക്കെ സ്വർഗത്തിൽ പോകില്ല എന്നാണോ? അല്ല,
അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതാണ് ഒരു മുഅ്മിനിന്റെ നാവിലൂടെ പറയേണ്ടത്. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്, അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുക്കൽ മാത്രമാണ്, അവന്റെ ഗ്രന്ഥത്തിൽ അത് അടയാളപ്പെട്ടു കിടപ്പുണ്ട്. ഇന്ന മനുഷ്യൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ, അവരൊക്കെ എങ്ങനെയായിരുന്നു എന്ന കാര്യം റബ്ബിന് മാത്രമേ അറിയാവൂ. ഇങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ പറയാൻ നമുക്ക് പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിന് പുറമെ ധാരാളം ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആദർശ രംഗത്ത് തൗഹീദിന്റെ വലിപ്പം അത് മനസ്സിലാക്കി കൊടുക്കുകയും ആ ആദർശത്തിനെ സ്വീകരിക്കാൻ വേണ്ടി ആളുകളെ തൽപരരാക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ, മറ്റാരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അള്ളാഹിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ തെറി വിളിക്കാൻ പാടില്ല. കാരണം അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനിന്റെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വല തസുബ്ബു, നിങ്ങൾ തെറി പറയരുത്, നിങ്ങൾ മോശത്തരങ്ങൾ പറയരുത്. ഒരുപാട് ആളുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്, വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മൺമറഞ്ഞു പോയ മനുഷ്യന്മാരെ ആരാധിക്കുന്ന ആളുകളുണ്ട്. ആരാധിക്കപ്പെടുന്ന ഏതൊരു വസ്തുവാകട്ടെ അതിനെയൊന്നും തെറി വിളിച്ച് മോശം പറയുന്ന ഒരവസ്ഥയില്ലാതെ ദീന് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെന്നാണ്. ശവകുടീരങ്ങൾ, മറമാടപ്പെട്ടവർ, ഇങ്ങനെ പലരും ആരാധിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മില്ലത്ത് നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ പ്രവാചകനെ നമ്മൾ പിൻപറ്റുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സരളമായ ഭാഷ നമ്മൾ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മഹാനായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഒരു ഉമ്മത്തിന്റെ പണിയെടുത്ത പ്രവാചകൻ, ഉമ്മത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു, ഒരു സമുദായം എന്ന് വിശേഷിപ്പിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ. അല്ലാഹു ചോദിക്കുന്നുണ്ട്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സാ, സ്വന്തം ആത്മാവിനെ ഹസിറായി നഷ്ടം വരുത്തിയവനല്ലാതെ ഇബ്രാഹിം ഈ മില്ലത്തിൽ നിന്ന് അകന്നു പോവുകയില്ല. വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ, ആ പ്രവാചകനെ നാം ദുനിയാവിൽ തിരഞ്ഞെടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, അദ്ദേഹം ആഖിറത്തിലും സ്വാലിഹീങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ അബുൽ അംബിയ ആയ അമ്പിയാക്കന്മാരുടെ പിതാവായി പരിചയപ്പെടുത്തുന്ന, ഖലീലുള്ളായ അള്ളാഹുവിന്റെ കൂട്ടുകാരനായി പരിചയപ്പെടുത്തുന്ന, ഉമ്മത്തായി ഒരു സമുദായത്തിന്റെ പണിയെടുത്തു എന്ന് പരിചയപ്പെടുത്തുന്ന ആ പ്രവാചകനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്താൻ കഴിയുകയില്ല. ആ ആദർശം അത് നമ്മുടെ കൈകളിൽ ഭദ്രമായിരിക്കണമെന്നാണ്. ദിവസവും ഒരു മുഅ്മിനിന്റെ നാവിലൂടെ 50-ലേറെ തവണ ആ പ്രവാചകനെ നമ്മൾ ഓർക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലായി നമ്മൾ സ്വലാത്തുകളിലൂടെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ എല്ലാം ആ പ്രവാചകനെ ഓർക്കുന്ന സന്ദർഭങ്ങൾ പലതുമുണ്ട്. ആ പ്രവാചകനെ സ്മരിക്കൽ, ആ പ്രവാചകനെ ഓർക്കൽ യഥാർത്ഥത്തിൽ ഒരു ആദർശമുള്ള വിശ്വാസിയുടെ അടയാളമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി. ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി അലൈഹി സ്വലാം, ഇങ്ങനെ തുടങ്ങി മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ പിതാവായി അബുൽ അംബിയ ആയി പരിചയപ്പെടുത്തുമ്പോൾ ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാ കടമകളും പൂർത്തീകരിച്ചൊരു പ്രവാചകൻ. ആദർശ രംഗത്താണ് ഒന്നാമതായി അദ്ദേഹം സ്ഥാനം നൽകിയത്. തൗഹീദ് പറയുന്നിടത്ത് ഒരു നിലക്കുള്ള വിട്ടുവീഴ്ചകളുമില്ലാതെ, ആദർശം പറയുന്നിടത്ത് വളരെ സ്നേഹത്തോടു കൂടി പറയാൻ ആ പ്രവാചകന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ, ഋജുമനസ്കനായി അള്ളാഹുവിന്റെ മുന്നിൽ കീഴൊതുങ്ങിയ മില്ലത്തിന്റെ ഉടമയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വലം യകുൻ മിനൽ മുശ്രിക്കീൻ, ആ പ്രവാചകൻ ശിർക്ക് ചെയ്ത മനുഷ്യനായിരുന്നില്ല. അതുകൊണ്ട് ഒരു സമുദായത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് ആ പ്രബോധന ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ആ പ്രവാചകന് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, 18-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യുവാവായിരിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയ ആ ഊരും ചൂരുമെല്ലാം ഉൾക്കൊള്ളുന്ന സമയത്താണ് ആസറിനോട്, തന്റെ ഉപ്പയോട് ആ പ്രബോധന ദൗത്യവുമായി അദ്ദേഹം കടന്നു ചെല്ലുന്നത്. ബിംബക്കച്ചവടക്കാരനായ, ബിംബങ്ങളെ ആരാധിച്ചിരുന്ന, ബിംബാലയങ്ങൾ പണിതിരുന്ന തന്റെ വാപ്പയോടാണ് ആ മകൻ സംസാരിക്കുന്നത്. എന്റെ വാപ്പ, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കൊട്ടാരത്തിൽ കയറി ചെന്ന് തൗഹീദിന്റെ മഹോന്നതമായ ദർശനം കൈമാറുമ്പോ ആ പ്രവാചകനെ ശിക്ഷിക്കപ്പെടുകയാണ്, പ്രവാചകന് ശിക്ഷ ലഭിക്കുകയാണ്. എന്താണ്? തീയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. തീക്കുണ്ടാരം കൂട്ടിയിട്ട് ഒരു മനുഷ്യജീവനെ ആ തീയിലേക്ക് വലിച്ചിടുമ്പോ ആ പ്രവാചകൻ വളരെ മനോഹരമായി പറയുന്ന ഒരു വാചകമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ആദർശമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ കൊട്ടാരത്തിലെ രാജാവിന്റെ അടുക്കൽ പോയും വളരെ മനോഹരമായി തൗഹീദ് അവതരിപ്പിക്കുമ്പോൾ
അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുമ്പോൾ ഒരു പേടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല, ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നു. ആ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴും വേണമെങ്കിൽ അവരുടെ ആദർശത്തിലേക്ക് അദ്ദേഹത്തിന് കടന്നു പോകാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ആ പ്രവാചകന്റെ വാചകം ഇങ്ങനെയായിരുന്നു: ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി. വനിഅമൽ വകീൽ, എനിക്ക് വരമേൽപ്പിക്കാൻ അവനല്ലാതെ മറ്റാരാണുള്ളത്? അവനാണ് ഏറ്റവും നന്നായി വരമേൽപ്പിക്കാൻ ഉതകുന്നവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ ഒരു ആദർശം നമ്മൾ സ്വീകരിക്കണം. ഇവിടെ എത്ര പരീക്ഷണങ്ങൾ വന്നാലും റബ്ബിൽ നിന്ന് തവക്കുലാക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യൻ മാറിപ്പോകാൻ പാടില്ല എന്ന്. മനുഷ്യന്റെ രാവിലും പകലിലും എല്ലാ സമയത്തും അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്ന ഒരു വിശ്വാസമാണ് തൗഹീദ് എന്നത്. അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതിന്റെ ചുവട്ടിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, അതിന്റെ തണലിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ തണലിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആഗ്രഹിച്ചതുപോലെ നരകത്തിലാകരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ. ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ആളുകളോട് നിരന്തരമായി പറയണം തൗഹീദ്. ഇന്ന ദർഗയിൽ അവർക്ക് ഒരിക്കലും നിങ്ങളെ സഹായിക്കാൻ കഴിയൂല, അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്നുള്ള മനോഹരമായ ദർശനമാണ് നമ്മൾ പറയേണ്ടത്. ഭീമാ പള്ളിയും അതുപോലെ അതിന്റെ പരിസരവും ദർഗകളും നാഗൂറും അജ്മീറും മുത്തുപ്പേട്ടയും ഒക്കെ ഇവിടെയൊക്കെ പ്രമാണപ്പെട്ട ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മുഅ്മിനീങ്ങളെ, പ്രിയ വിശ്വാസികളെ, മുസ്ലിം എന്ന് അടയാളപ്പെടുത്തിയ മനുഷ്യരെ, അത് പാടില്ല. കാരണം അത് നരകത്തിലേക്കുള്ള വഴിയാണ്. കാരണം അല്ലാഹ് അല്ലാത്ത ഒരു മഖ്ലൂക്കിന്റെ മുന്നിലും സുജൂദുകൾ വീഴാനോ ആരാധനകൾ സമർപ്പിക്കാനോ അവിടെയുള്ള പുണ്യങ്ങൾ എന്ന് കരുതപ്പെടുന്ന സാധനങ്ങൾ വാങ്ങി കഴിക്കാനോ ഒന്നും പാടില്ല എന്നുള്ള വിശ്വാസത്തിന്റെ അടിത്തറ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഉറുക്കും നൂലും എല്ലാം ഇങ്ങനെ ബന്ധനങ്ങളായി കിടക്കുമ്പോൾ ഒരു മുഅ്മിൻ എങ്ങനെയാണ് ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക എന്നുള്ള ആ ഒരു ആദർശം നമ്മൾ കൈമാറണം. കാരണം ഉറുക്ക് കെട്ടിയ മനുഷ്യൻ ആരെങ്കിലും ഉറുക്ക് മന്ത്രിച്ചോതി കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയാൻ നമ്മളെ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തൗഹീദിലേക്ക് ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപാട് യുവാക്കൾ ആദർശ രംഗത്ത് കടന്നു വരാൻ ഇതൊരു കാരണമാകുമെങ്കിൽ പ്രിയമുള്ളവരെ വിളിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഉപ്പയോടും ഉമ്മയോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും എല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ ഈ ഒരു സ്നേഹത്തിന്റെ ഭാഷ നമ്മൾ സ്വീകരിക്കണം. ഇബ്രാഹിം നബിയുടെ വിശ്വാസം അത് നമ്മൾ സ്വീകരിക്കണം. അള്ളാഹു മാത്രം മതി, അവനാണ് വരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവനെന്നുള്ള ആ ഒരു വാചകം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും നിലച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം മില്ലത്തിനെ യഥാവിധം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസികും വ ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട മുഴുവൻ കർമ്മങ്ങളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബവും നമ്മുടെ സ്മരണയിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ ആദർശം അത് മറന്നു പോകരുത് എന്നതാണ് ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വേണ്ടി ആഹ്വാനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ അതിങ്ങനെ പറഞ്ഞു: വഅദ്ദിം ഫിന്നാസ് ബിൽ ഹജ്ജ് യഅതൂക റിജാലുൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്ന്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഈ ഹജ്ജിനായി വരുവാൻ വേണ്ടി, അല്ലെ ഇബ്രാഹിം വഅദ്ദിം ഫിന്നാസ്, മനുഷ്യരോട് താങ്കൾ അദാൻ കൊടുക്കണം, അറിയിപ്പ് കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് കൽപ്പിക്കുകയാണ്. അന്ന് വിളിച്ച ആ വിളിയുടെ ഉത്തരമാണ് പ്രിയമുള്ളവരെ, ലക്ഷോപലക്ഷം മനുഷ്യന്മാര് ഈ ആദർശം നെഞ്ചിലേറ്റി, തൗഹീദ് അത് ഹൃദയത്തിലേറ്റി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ആരോരുമില്ലാത്തൊരു പ്രദേശത്ത്, മനുഷ്യവാസമില്ലാത്തൊരു പ്രദേശത്ത് ആ പ്രവാചകന്റെ ചരിത്രം അത് തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്ന് എത്ര മനുഷ്യരാണ് ആ ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി ആ പ്രവാചകന്റെ വിളി കേട്ട് അവിടെ എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഹജ്ജ് അതിന്റെ മബ്റൂറായ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ
തൗഹീദ് നെഞ്ചിലേറ്റ് തന്നെ ഹജ്ജ് നിർവഹിക്കാൻ ഒരു മുഅ്മിനിന് കഴിയണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഖുദു അന്നി മനാസിക്കക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവാചകൻ എങ്ങനെയാണ് ചെയ്തത് എന്ന ഗൗരവം മനസ്സിലാക്കി പല ആളുകളും ഹജ്ജിനൊക്കെ പോകുമ്പോൾ പല ദർഗകളും ഒക്കെ സന്ദർശിച്ച് അവിടെയുള്ള ആളുകളോടൊക്കെ പ്രാർത്ഥിച്ച് അവരെ ഏൽപ്പിച്ചൊക്കെയാണ് പോകുന്നത്. തിരിച്ചു വരുന്നതും അങ്ങനെയാണ്. ഹജ്ജിനെ പാഴാകുന്ന രൂപത്തിലുള്ള ആരാധനകളൊന്നും ഒരു വിശ്വാസിക്ക് പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പല ആളുകളും ഇവിടെ നിന്ന് യാത്രകൾ പുറപ്പെട്ടു തുടങ്ങിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ അതിന് നിയത്താക്കി നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടാണ് സൂചിപ്പിക്കാനുള്ളത്. സഫയും മർവയും അതുപോലെ തന്നെ മുസ്ദലിഫയും തവാഫും സഅയും എല്ലാം അത് നിർവഹിക്കുമ്പോഴെല്ലാം ഈ പ്രവാചകന്റെ ചരിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യമാക്കപ്പെട്ട ഹജ്ജ് എന്നത് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ അതിന് പകരമായി മറ്റൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചാണ് ഒരു മുഅ്മിൻ ഹജ്ജിന് പോകേണ്ടത് എന്ന് കൂടെയാണ് സൂചിപ്പിക്കാൻ. അതുപോലെ ഹജ്ജ് നിർവഹിക്കാത്ത ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അവരുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കുന്ന ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട ഉളുഹിയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ബലി നൽകലാണ്. അത് നമ്മൾ കഴിയുന്ന ആളുകൾ, മുഴുവൻ ആളുകൾ. അതിനിവിടെ നമ്മുടെ സംവിധാനത്തിൽ 9,000 രൂപയാണ് നിലവിൽ നമ്മുടെ വിഴിഞ്ഞം പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഷെയർ സ്വീകരിക്കുന്നത് 9,000 രൂപയാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ എല്ലാവരും പല കാര്യങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളാണ്. പലപ്പോഴും ചില നന്മകളുടെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് അത് പറ്റൂല എന്ന് പറഞ്ഞിങ്ങനെ മാറി നിൽക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അനാമത്തായ പല കാര്യങ്ങളിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് വലിയ പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ആ ഉളുഹിയയുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ആളുകളാണ് എങ്കിൽ അതെല്ലാം ആ ഒരു സമ്പത്തിന്റെ ഒരു വിഹിതം ആ ഒരു മാർഗത്തിൽ നമ്മൾ മാറ്റിവെക്കുകയും നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ മാംസമോ അതുപോലെ തന്നെ നിങ്ങൾ അറുക്കുന്ന ആ ബലിമൃഗത്തിന്റെ രക്തമോ ഒന്നുമല്ല അള്ളാഹുവിന് ആവശ്യം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതുകൊണ്ട് സൂക്ഷ്മതയുടെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കർമ്മങ്ങളിൽ ഒന്നായി അതിനെ കാണുകയും ആ ഒരു നന്മയിൽ നമ്മൾ എല്ലാവരും അണിചേരുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത് പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ആദർശം പറയാൻ വേണ്ടി തയ്യാറായ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ആദർശം പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയായി നമ്മുടെ നാട്ടിൽ നിന്ന് വാഹനങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് വിദ്യാർത്ഥി ഒരു സമ്മേളനം നടക്കുകയാണ്. വരുന്ന ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ദിവസം ഇവിടെ നിന്ന് വാഹനങ്ങൾ പുറപ്പെടുന്നുണ്ട്. ആ വാഹനത്തിലേക്ക് വലിയൊരു സാമ്പത്തികമായൊരു ബാധ്യത ഉണ്ട് എന്നതിലുപരി നമ്മുടെ മക്കൾ ആ പ്രോഗ്രാമിൽ 8ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണമെന്നും കൂടെയാണ് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ സാമ്പത്തിക ബാധ്യതയിൽ നമ്മൾ പൂർണ്ണമായും സഹകരിക്കണമെന്നും കൂടെ സൂചിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നന്മയും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾക്ക് പൂർണ്ണമായ ശമനം നൽകുകയും അവർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.